സച്ചി എന്നും അർച്ചനയുടേതാണെന്ന് അറിഞ്ഞിട്ടും മനസ്സിൽ കയറിക്കൂടിയൊരു ഇഷ്ടമായിരുന്നു. സച്ചി എൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴും എന്നോട് ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം ഞാൻ അനുഭവിച്ചിരുന്ന ഒരു സുരക്ഷിതത്വം, എനിക്ക് കിട്ടിയ ഫീൽ എൻ്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പ്രിയപ്പെട്ട ആളുടേതായിരുന്നു. അതുകൊണ്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സ് എന്തൊക്കെയോ മോഹിച്ചുപോയി. അർച്ചനെ കണ്ടെത്തിയ നിമിഷം മുതൽ ആ ഇഷ്ടം കുഴിച്ചു മൂടാനും എൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ ഞാൻ ശ്രമിച്ചതാ. പക്ഷെ തെറ്റ് സച്ചിയുടെ ഭാഗത്തല്ല, എൻ്റെ ഭാഗത്താ. അതുകൊണ്ട് സച്ചിക്ക് ഒരു കുറ്റബോധവും വേണ്ട. സച്ചി എന്നും എൻ്റെ നല്ലൊരു സുഹൃത്തായിരിക്കും. വക്കീലേ, എന്നോട് ക്ഷമിക്കൂ വക്കീലേ. വക്കീലിന്റെ മനസ്സ് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സും ശരീരവും ജീവിതവും എല്ലാം എൻ്റെ അർച്ചനയിലായി പോയില്ലേ? മതി, നമ്മൾ ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. വക്കീലേ, ഇല്ലില്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ തന്നെ ദീപകിനെ വിളിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് മെയിൽ ചെയ്യണം. ഇന്ന് തന്നെ. ഓക്കെ. എന്തോടാ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ? അതെ, ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? ഇത് ശരിക്കും ഒരു ഹാപ്പി ന്യൂസാ. അത്രയും വലിയ ഹാപ്പി ന്യൂസ് ആണെങ്കിൽ ഒന്ന് കേക്കട്ടെ. എന്തോ സംഭവം? എന്റെ കൂട്ടുകാരില്ലേ സാനിയ? സാനിയക്ക് എന്താ പറ്റിയേ? സാനിക്കൊന്നും പറ്റിയില്ലമ്മേ. അവളുടെ വീട്ടിലൊരു സർപ്രൈസ് ഉണ്ട്. അവൾ ഇപ്പൊ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞതാ. എങ്കിൽ കേക്കട്ടെ, എന്തുവാ സാനിയുടെ വീട്ടിലെ സർപ്രൈസ്? സാനിക്കൊരു കുഞ്ഞനെയും ജനിച്ചു. അമ്മേ, നമുക്ക് ആ കുഞ്ഞാവെ കാണാൻ പോവാം. അച്ഛാ, എനിക്ക് ആ കുഞ്ഞാവെ കാണാൻ കൊതിയായിട്ടാ. അതിന് കുഞ്ഞുവായിപ്പോ ആശുപത്രിയിലല്ലേ? അവർ ആശുപത്രിയിൽ തിരിച്ചു വരട്ടെ. അപ്പോ അച്ഛനും അമ്മയും കൂടി മോളെ കൊണ്ടുപോയി കുഞ്ഞാവെ കാണിക്കാം. അതുപോലെ? അത് പോരാ, എനിക്കിപ്പ ആ കുഞ്ഞാവെ കാണണം.